എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്തിനാ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് വയ്യാണ്ടായി. ലീവ് ചോദിച്ചപ്പോൾ ക്യാൻസർ അടിച്ച് നാട്ടിലേക്ക് വിട്ടു. ഇവിടെ വന്ന ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് കയ്യിലുള്ള കാശൊക്കെ തീർന്നു. എന്നതിൽ 10,000 രൂപ എടുക്കുക. എനിക്ക് ഗൾഫിൽ നിന്ന് ചിലവിന് പൈസ അയച്ചു തരുമ്പോൾ അന്ന് ഞാൻ കൂട്ടി വെച്ചിട്ടുള്ള പൈസയാണിത്. ഇത് നിങ്ങൾ എടുത്തോളി. അല്ല, നിനക്ക് ഞാൻ മാസത്തിൽ 5,000 റുപ്യല്ലേ ചിലവിന് അയച്ചു തരാറുള്ളത്. അതിനെങ്ങനെ നിനക്ക് 10,000 രൂപ സേവ് ചെയ്യാൻ പറ്റി? അതൊക്കെ ഉണ്ട്. ഞാനേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ടൗണിൽ പോകേണ്ടി വന്നാലേ 1.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കും. അത് ആരോഗ്യത്തിന് നല്ലതല്ലേ? ഓട്ടോ കാശ് ലാഭം. പിന്നെ മക്കൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തി അൽഫാമൊക്കെ വേണമെന്ന് വാശി പിടിച്ചാലേ ഞാൻ പോവില്ല. ഒരു കോഴി അങ്ങോട്ട് വാങ്ങിയിട്ട് ഇവിടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. അപ്പം അതൊരു ലാഭമായില്ലേ. പിന്നെ അരി തീർന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടും. അപ്പം അതൊരു ലാഭം. വെച്ചുണ്ടാക്കാൻ വിറകടുപ്പ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഗ്യാസ് ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. പിന്നെ എനിക്കും മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേ പോവുള്ളൂ. അവിടുന്ന് മരുന്നും ഫ്രീ കിട്ടും. അപ്പം അതൊരു ലാഭമായില്ലേ. പിന്നെ നിങ്ങൾ അയച്ചേന്ന് ആകെ ചിലവുണ്ടാവുക കുറച്ച് പലചരക്ക് പച്ചക്കറി മീൻ എന്തെങ്കിലും വാങ്ങേണ്ടി വരും. അതിന് നിങ്ങൾ അയക്കുന്ന പൈസ ധാരാളമാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്ന കാശിൽ നിന്ന് നീ പിശുക്കി എടുത്തു വെച്ചാന്ന് പറയാം അല്ലേ? പിഷ്കത്തരല്ലക്ക. കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ സൗകര്യങ്ങൾ കൂടുമ്പോൾ എല്ലാവരും ലൈഫ് സ്റ്റൈൽ മാറ്റുമല്ലോ. പിന്നെ ചെലവ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയല്ലേ. അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. നിങ്ങൾ എന്താ ഈ പറയണ്? ഹേയ്, നീ മുത്താന്ന് പറഞ്ഞാടി. ഇന്നെന്താടി കട്ടൻ ചായ മാത്രമേ ഉള്ളൂ? പാൽക്കാരന്റെ പൈസ ഞാൻ എവിടുന്ന് കൊടുക്കാനാ? നിങ്ങൾക്ക് ഇങ്ങനെ മിണ്ടാണ്ട് നടന്നാൽ മതിയല്ലോ. ഉള്ള ലോണും കുറി എല്ലാം എൻ്റെ പേരിലാണ്. എല്ലാരോടും പറഞ്ഞു ഞാൻ മടുത്തു. വല്ലാത്തൊരു ജീവിതമായി എൻ്റേത്. ഒക്കെ ശരിയാവും. കട്ടൻ കണ്ടപ്പോ പാലില്ലേ ചോദിച്ചത് എന്റെ തെറ്റ്. നിന്നെ കൊണ്ട് മനുഷ്യന് സമാധാനം ഇല്ലാണ്ടായല്ലോ. നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങി എല്ലാം പോയി. അവനവന് വീടുള്ളതുകൊണ്ട് ആരും ഇറക്കി വിടില്ല. ഗൾഫിലെ ജോലി പോയി നാട്ടിൽ വന്ന മുതലുള്ള പ്രശ്ന. അവിടെ ആണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങളെന്താ ഇങ്ങനെ എപ്പോ നോക്കിയാലും ഇവിടെ വഴക്കാണല്ലോ. ആദ്യമൊക്കെ എന്തൊരു സ്നേഹമായിരുന്നറിയോ. ഇപ്പൊ ഈ വീട്ടിലൊക്കെ ഒരു സമാധാനവും ഇല്ല. കുട്ടി അവിടെ പോയിരുന്നു പഠിച്ചോട്ടോ. നീ കുട്ടർ മുന്നിൽ വെച്ചിട്ട് എന്നോട് തല്ലൂടാൻ നിൽക്കരുത് കേട്ടോ. ഒക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പച്ചി എങ്ങടാ പോയി എന്നുള്ള കാര്യം കുട്ടിയോട് പറഞ്ഞിരുന്നോ? ഇപ്പച്ചി ഇമ്മച്ചീനെ മേടിച്ച് നാട് വിട്ടുണ്ടാവും. പഠിച്ചോനെ, ഫോണ് സ്വിച്ച് ഓഫ് ആണ്. എൻ്റെ ഇക്കാനെ കാക്കണേ ഉള്ള. ഇക്ക, നിങ്ങൾ ഈ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടേക്കാ പോയിണ്ടായിരുന്നു? ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? അതോ, മൊബൈലിൽ ചാർജ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആയി പോയതാ. പിന്നെ ഞാൻ നിന്നോട് മുന്നൊരു ദിവസം പറഞ്ഞില്ലേ, പണ്ട് ഞാൻ ഗൾഫിലായിരിക്കുമ്പോൾ ഒരാൾക്ക് വിസ കഴിഞ്ഞിട്ട് 1 മാസത്തോളം അടിക്കാൻ പറ്റാണ്ട് ആളെൻ്റെ റൂമിൽ താമസിച്ചിട്ടുണ്ടാകുന്നത്. ഓർമ്മയുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. എന്നിട്ടും നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ലല്ലോ. അതിനെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആർക്കും ചെയ്തു കൊടുക്കാറില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ തേടിയെത്തും. എന്നിട്ടിപ്പോ എന്തുണ്ടായി അതിന്? ആള് വിളിച്ചപ്പോൾ കാണാൻ പോയതാ. ആൾ അടുത്ത മാസം ഗൾഫിൽ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് ചെയ്യാന്നാ പറഞ്ഞത്. പിന്നെ വിസയൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത മാസം എന്തായാലും പോകേണ്ടി വരും. ഇനിയിപ്പോൾ എന്തിനാ നിനക്ക് സങ്കടം? നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നല്ല കാലം വരാൻ പോവല്ലേ. അല്ല, പെട്ടെന്ന് ഇങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോ. പോണം, പോയല്ലേ പറ്റൂ. ഇപ്പച്ചി ഗൾഫിൽ പോവാ പറ്റിയാ നിക്കല്ലേ? ശരിക്കും പോവാ. നിച്ചുമോനെ അങ്ങോട്ട് വന്നേ. ഇപ്പിച്ച് നാളെ ഗൾഫിൽ പോകട്ടോ. ഇപ്പച്ചി നാളെ ഗൾഫിലേക്ക് പോകണ്ട. ഇപ്പച്ചി പോയാൽ ഞാനായിരുന്നു കെട്ടിപ്പിടിച്ചുറങ്ങ. മോനക്ക് ഇവിടെ ഉമ്മച്ചില്ലേ, പിന്നെന്താ കുഴപ്പം? എനിക്ക് ഇപ്പച്ചിന്റെ കൂടെ തന്നെ ഉറങ്ങിയാ മതി. ഇപ്പിച്ച് ഗൾഫിൽ പോണത് മോനക്ക് പുതിയ ബാഗും പുതിയ ഡ്രസ്സും ഒക്കെ മേടിക്കാനല്ലേ. പിന്നെന്തിനാ വിഷമിക്കണത്? ഒന്നും വേണ്ട, ഇപ്പച്ചിനെ മാത്രം മതി. തിരിനീട്ടുമീ കുളിരോ
തിരികെ വരും ഇരവാകവേ. മോൻ ഉറങ്ങിയില്ലേ? ആ ഉറങ്ങി. പാവം കുറേ കരഞ്ഞു. ഗൾഫിൽ പോകാൻ പറ്റാതിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചു പോവാ. അവനെ വിട്ട് പോകാൻ പറ്റുന്നില്ലടി. അപ്പൊ പിന്നെ ഞാനോ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ ജയില് പോലെയാണ്. നിങ്ങളുടെ മണം അവിടെ ഉണ്ടാവും, പിന്നെ പിന്നെ അതും പോവും. പിന്നെ നിങ്ങളുടെ അടുത്ത വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ചിരി കാത്ത്